കൂട്ടുകാർക്കും ഓൾ PSC എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. 2024 നടക്കുന്ന LGS പരീക്ഷയ്ക്കും അതോടൊപ്പം തന്നെ നമ്മൾ 10th ലെവൽ പ്രിലിം എക്സാമിനും അതിൽ തന്നെ സെക്രട്ടേറിയറ്റ് OA പരീക്ഷയ്ക്കൊക്കെ ഗുണപ്രദമാകുന്ന രീതിയിൽ നമ്മൾ തുടക്കം കുറിച്ച വീഡിയോ സീരീസിൽ നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് മാത്സുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. ഇവിടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു പരീക്ഷാ പേപ്പറിൽ 81ാമത്തെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്ന മാത്സിലെ ചോദ്യം നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ ഒരു ചോദ്യം നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം ഈ ഒരു ഭാഗം നമുക്ക് ചെയ്യാം. ഈ ബ്രാക്കറ്റിനുള്ളിൽ 2 - 2 എന്നാണ് നൽകിയിരിക്കുന്നത്. 2 പ്ലസ് ഈ 2 × 2 നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റും. 2 × 2 എന്ന് പറയുമ്പോൾ 4 ആണ്. അത് നമുക്ക് ചെയ്യാം. പ്ലസ് ഈ ഒരു പോർഷനാണ് നമ്മൾ ഇനി ചെയ്യുന്നത്. അപ്പോൾ ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ 2 - 2 എന്നാണ് ഉള്ളത്. 2 - 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 എന്നാണ് കിട്ടുക. അപ്പോൾ ഈ ഒരു ഭാഗം ഇപ്പോൾ എന്തായിട്ട് മാറി? 2 × 0 എന്നായിട്ടാണ് മാറിയിരിക്കുന്നത്. 2 × 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ ആ ഒരു ഭാഗം ഇപ്പോൾ 0 ആയിട്ട് മാറിയിട്ടുണ്ട്. പ്ലസ് -2 എന്നാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് -2 എന്ന് എഴുതാം. ഈ സാധാരണ നമ്മൾ ആഡ് ചെയ്യും പോലെ 2 + 4 എന്ന് പറയുമ്പോൾ 6 ആണ് വരിക. 6 - 2 എന്നാണ് വരേണ്ടത്. കാരണം 6 + 0 6 തന്നെയാണ്. പിന്നെ -2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനലായിട്ട് കിട്ടേണ്ടത് 4 എന്ന് പറയുന്ന ആൻസറാണ്. ഇവിടെ ഓപ്ഷൻ ബി ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി ആണ്. 2, 5, 9 എന്ന ശ്രേണിയിൽ 10ാം പദവും 9ാം പദവും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് എന്നാണ് ഇവിടെ നമ്മുടെ ചോദ്യമായിട്ട് നൽകിയിരിക്കുന്നത്. 2, 5, 9 എന്ന ശ്രേണിയിൽ 10ാം പദവും 9ാം പദവും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ 2, 5 ഇത് തമ്മിലുള്ള വ്യത്യാസം ആദ്യം നമുക്കൊന്ന് കണ്ടുനോക്കാം. 5 - 2 ചെയ്താൽ നമുക്ക് 3 എന്നാണ് കിട്ടുക. ഇനി 9ഉം 5ഉം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നമുക്കവിടെ 4 എന്ന് കിട്ടി. അതായത് 1ാം പദവും 2ാം പദവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 3 ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. 2ാം പദവും 3ാം പദവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 4 ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു രീതിയിൽ പറഞ്ഞാലോ, 1ാം പദവും 2ാം പദവും തമ്മിലുള്ള വ്യത്യാസം 3ാമത്തെ പദമാണ് കിട്ടിയിരിക്കുന്നത്. അതായത് 3ാം ടേം, ആ ഒരു സ്ഥാനമാണ് ലഭിച്ചിരിക്കുന്നത്. സ്ഥാനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് 1ാം സ്ഥാനം, 2ാം സ്ഥാനം, 3ാം സ്ഥാനം. അപ്പോൾ അവിടെ 3ാം സ്ഥാനം കിട്ടി. 3ാം പദവും 2ാം പദവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 4ാം സ്ഥാനമാണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് പറയാൻ പറ്റും 10ാം പദവും 9ാം പദവും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ എന്തായിരിക്കും? 11 ആയിരിക്കും എന്ന് പറയാലോ. 10ാം പദവും 9ാം പദവും തമ്മിലുള്ള വ്യത്യാസം ആ 10ാം പദം പ്ലസ് എന്താണ്? ആ സ്ഥാനത്തോട് ഒന്ന് കൂട്ടിയാൽ മതി എന്ന് പറയാലോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ എ ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക. നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് അത്. ചുവടെ നൽകിയിരിക്കുന്ന സംഖ്യകളിൽ 3ന്റെ ഗുണിതം അല്ലാത്ത സംഖ്യ ഏതാണ് എന്നാണ് നമ്മുടെ ചോദ്യം. 3ന്റെ ഗുണിതം അല്ലാത്ത സംഖ്യയാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഒന്നെങ്കിൽ നമുക്കിത് ഡയറക്റ്റ് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താം. അതല്ലെങ്കിൽ 3ന്റെ ഗുണിതം കണ്ടുപിടിക്കാനായിട്ട് ഈ സംഖ്യകൾ, അതായത് 73 എന്ന് പറയുന്ന സംഖ്യ ഉണ്ടല്ലോ, അതിൽ ഓരോ അക്കങ്ങളും തമ്മിൽ കൂട്ടുക. 7ഉം 3ഉം കൂട്ടിയാൽ ഇവിടെ നമുക്ക് 10 കിട്ടും. ആ കൂട്ടുമ്പോൾ കിട്ടുന്നത് ഒരു 3ന്റെ ഗുണിതമാണോ എന്ന് നോക്കുക. ആണെങ്കിൽ എന്താണ്? ഈ എൻ്റയർ സംഖ്യയും എന്താണ്? 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതേ സമയത്ത് കൂട്ടുമ്പോൾ കിട്ടുന്നത് 3ന്റെ ഗുണിതമല്ലെങ്കിലോ ആ ഒരു സംഖ്യനെ നമുക്ക് 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് 3ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 73 അതിൽ 7ഉം 3ഉം കൂട്ടിയപ്പോൾ 10 എന്ന് കിട്ടി. അത് 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഉത്തരം എന്ന് പറയുന്നത് എ ആണ്. അടുത്ത നോക്കുക, 8, 7 ഇത് രണ്ടും കൂടെ നമ്മൾ കൂട്ടുകയാണെങ്കിൽ 15 എന്നാണ് കിട്ടുക. നമുക്കറിയാം 5 × 3 15 ആണ്. അപ്പോൾ അത് 3ന്റെ ഗുണിതമാണ്. 6ഉം 3ഉം കൂട്ടിയാൽ 9 ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ 9 എന്ന് പറയുന്നത് 3ന്റെ ഗുണിതമാണ്. അതുകൊണ്ട് 63 3ന്റെ ഗുണിതമാണ്. 3ഉം 3ഉം കൂട്ടിയാൽ നമുക്കിവിടെ 6 എന്നാണ് കിട്ടുക. 33 അതുകൊണ്ട് എന്താണ്? 3ന്റെ ഗുണിതമാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിപ്പോൾ രണ്ടക്ക സംഖ്യയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ റൂൾ അറിയില്ലെങ്കിൽ പോലും ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. എന്നാൽ കുറച്ചും കൂടെ വലിയ സംഖ്യകൾ തരികയാണെങ്കിൽ ഈ റൂളാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. എന്താണ്? അതിലുള്ള അക്കങ്ങളുടെ എണ്ണം എല്ലാം കൂട്ടിയിട്ട് ആ കൂട്ടുമ്പോൾ കിട്ടുന്ന ആ ഒരു ഉത്തരം എന്ന് പറയുന്നത് 3ന്റെ ഗുണിതമാണെങ്കിൽ ആ മൊത്തത്തിലുള്ള സംഖ്യ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തായിട്ട് നമ്മൾ പറയുന്നത് a = x² + 2y, b = 2x² + 4y ആയാൽ a+b/3യുടെ വില ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ് എന്നാണ് നമ്മുടെ അടുത്ത ചോദ്യമായിട്ട് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്റെ വിലയും അതേപോലെ തന്നെ ബിന്റെ വിലയും നമ്മുടെ ചോദ്യത്തിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് a+b/3യുടെ വിലയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്റെ സ്ഥാനത്ത് ഇത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ x² + 2y എന്ന് നമുക്ക് കിട്ടും.
പ്ലസ് ബീൻ്റെ സ്ഥാനത്ത് നമുക്ക് 2x² പ്ലസ് 4y എന്ന് നമുക്ക് കൊടുക്കാം. ഓൾ ഡിവൈഡ് ബൈ 3 എന്നാണ് വരിക. x² x² 2x², x² 2x² കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 3x² എന്ന് നമുക്ക് കിട്ടും. പ്ലസ് 2y 4y അത് നമുക്ക് കൂട്ടിയാൽ എന്ത് കിട്ടും? 6y എന്നാണ് നമുക്ക് ലഭിക്കുന്നത്. 6y എന്നാണ് നമുക്ക് അവിടെ ലഭിക്കുക. അപ്പോൾ ഇവിടെ 3x² പ്ലസ് 6y ഡിവൈഡഡ് ബൈ 3 എന്നാണ് നമുക്ക് വരുന്നത്. ഇവിടെ നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 3നെ ഈ 3 വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? x² എന്ന് കിട്ടും. പ്ലസ് ഇതിനെ ഇത് വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 2y എന്ന് കിട്ടും. x² പ്ലസ് 2y എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കാം. അതല്ലെങ്കിൽ നമുക്ക് x² പ്ലസ് 2y എന്ന് പറയുന്നത് എന്താണ്? എ എന്ന് പറയുന്നതാണ്. x² പ്ലസ് 2y എന്ന് പറയുന്നത് എന്തിൻ്റെ വാല്യൂ ആണ്? എയിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡിയിൽ എ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഓപ്ഷൻ ഡി ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത്. നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഫൈനലായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് x² പ്ലസ് 2y എന്നാണ്. ഇപ്പോൾ ഇവിടെ 3x² പ്ലസ് 6y ബൈ 3 നമ്മൾ എങ്ങനെയാണ് x² പ്ലസ് 2y എന്ന് എഴുതിയത്? ഈ 3x² പ്ലസ് 6yനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് 3x² ബൈ 3 പ്ലസ് 6y ബൈ 3 എന്ന് എഴുതാൻ പറ്റും. നമ്മൾ സാധാരണ ചെയ്യാറില്ലേ? 2/3 പ്ലസ് 4/3 ആണെങ്കിൽ 2 പ്ലസ് 4/3 എന്ന് എഴുതാം. കാരണം രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ കോമൺ ആണെങ്കിൽ ഒരുമിച്ച് അങ്ങോട്ട് എഴുതാം. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതിനെ വെട്ടിക്കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? x² പ്ലസ് 2y എന്ന് നമുക്ക് കിട്ടും. x² പ്ലസ് 2y ഓൾറെഡി നമ്മുടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്, എയിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ നമുക്കത് ഈക്വൽ ടു എ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ആ ഒരു രീതിയിലാണ് ഈ ഒരു ചോദ്യം നമ്മൾ ചെയ്യേണ്ടത്. സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് ഉത്തരം കിട്ടാൻ ചിലപ്പോൾ പ്രയാസപ്പെടും. അപ്പോൾ ഇവിടെ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് ലഭിച്ചിരിക്കുന്നത്. ഇനി ഒറ്റയാനെ കണ്ടെത്തുക എന്നാണ്. 10 പ്ലസ് 4 എന്ന് പറയുന്നത് നമുക്ക് 14 ആണെന്ന് നമുക്ക് കിട്ടും. ഇതെന്ന് പറയുന്നത് 14 ആണെന്ന് നമുക്ക് കിട്ടും. 14 മൈനസ് 4 എന്ന് പറയുന്നതും 14 ആണെന്ന് നമുക്ക് കിട്ടും. 14 ഇൻറ്റു 0 എന്ന് പറയുമ്പോൾ 0 ആണെന്ന് കിട്ടും. 14 പ്ലസ് 0 എന്ന് പറയുന്നത് 14 ആണെന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ഒറ്റയാൻ എന്ന് പറയുന്നത് 14 ഇൻറ്റു 0 ആണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. 0, 1, 2, 3 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് എത്ര 4 അക്ക ഇരട്ട സംഖ്യകൾ ഉണ്ടാക്കാം എന്നതാണ് നമ്മുടെ ചോദ്യം. 0, 1, 2, 3 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് ഫൈനൽ ആൻസർ ഡിലീറ്റ് ആക്കിയ ചോദ്യമാണ്. 86ാമത്തെ ചോദ്യം ഡിലീറ്റ് ആക്കിയ ചോദ്യമാണ്. ഇനി അടുത്തത് റെക്റ്റാങ്കിൾ എന്ന് എഴുതിയത് ഒരു കോഡ് ഭാഷയിൽ SBDQBKHIF എന്നാണ് ലഭിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് റെക്റ്റാങ്കിൾ എന്നാണ്. റെക്റ്റാങ്കിൾ അതിനെ SBDQBKHIF എന്നാണ് കോഡ് ചെയ്തിരിക്കുന്നത്. നമ്മളോട് കോഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് പെൻറ്റഗൺ എന്നതിനെയാണ് കോഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റെക്റ്റാങ്കിളിനെ എങ്ങനെയാണ് SBDQBKHIF എന്ന് കോഡ് ചെയ്തിരിക്കണതെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ നോക്കുക, R എന്ന് പറയുന്ന ലെറ്റർ ഇംഗ്ലീഷ് ആ ഒരു അക്ഷരമാല എടുക്കുകയാണെങ്കിൽ 6 കഴിഞ്ഞാൽ വരുന്ന ലെറ്ററാണ് എസ് എന്ന് പറയുന്നത്. അപ്പോൾ PQRS. അപ്പോൾ 6 കഴിഞ്ഞാൽ വരുന്ന തൊട്ടടുത്ത ലെറ്ററാണ് എസ് എന്ന് പറയുന്നത്. അപ്പോൾ +1 എന്ന് നമുക്ക് കൊടുക്കാം. ഇയും ബിയും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈനോട് പിറകോട്ട് മൂന്നാമത്തെ ലെറ്ററാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഈ പറയുന്ന ബി എന്ന് പറയുന്നത്, അതായത് -3 എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നോക്കാം, സി കഴിഞ്ഞാൽ വരുന്ന അടുത്ത ലെറ്ററാണ് ഈ പറയുന്ന ഡി എന്ന് പറയും. അപ്പോൾ +1 എന്ന് നമുക്ക് കിട്ടും. ഇനി ഈ ടിയും ക്യൂവും തമ്മിൽ നമ്മൾ നോക്കുമ്പോൾ ടീൻ്റെ പിറകോട്ട് മൂന്നാമത്തെ ലെറ്ററാണ് ഏതെന്ന് പറയുന്നത്? ക്യൂ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ -3 എന്ന് കിട്ടും. ഇനി എ കഴിഞ്ഞാൽ വരുന്ന ആ ഒരു ലെറ്ററാണ് ബി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആ പാറ്റേൺ മനസ്സിലായി. +1 -3 +1 -3 +1. പിന്നെ എന്താണ്? എന്നും കെയും തമ്മിൽ നോക്കിക്കഴിഞ്ഞാലും അതും -3 ആണ്. എന്നിൻ്റെ പിറകോട്ട് മൂന്നാമത്തെ ലെറ്ററാണ് ഈ പറയുന്ന കെ എന്ന് പറയുന്നത്. പിന്നെ എച്ചിൻ്റെ കേസിലും ഐൻ്റെ കേസിലും എഫിൻ്റെ കേസിലൊക്കെ കിട്ടിയതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ ഒരു പാറ്റേൺ തന്നെയാണ് പെൻറ്റഗൺ എന്ന് പറയുന്ന ഇത് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ പി കഴിഞ്ഞാൽ വരുന്ന തൊട്ടടുത്ത ലെറ്ററാണ് നമുക്ക് പീൻ്റെ കോഡായിട്ട് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അവിടെ ക്യൂ ആണ് നമുക്ക് അവിടെ പീൻ്റെ സ്ഥാനത്ത് കോഡായിട്ട് വരിക. ഇനി ഇ കഴിഞ്ഞാൽ പിറകോട്ട് 3 ആണ് വരേണ്ടത്.
അങ്ങനെയാണെങ്കിൽ എന്താണ് ബി എന്നാണ് വരിക. അപ്പോൾ QB എന്ന് പറഞ്ഞു വരുന്ന കോഡ് ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഒറ്റൊരു ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ ഡി ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ നമ്മളിത് മൊത്തം ചെയ്ത് കോഡ് ഉണ്ടാക്കാനൊന്നും നിൽക്കണ്ട. നമ്മൾ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും ഓപ്ഷനിലേക്ക് പോകുക, അതവിടെ ഉണ്ടോ എന്ന് നോക്കുക, ഇല്ലാത്ത ഓപ്ഷൻ ഡിലീറ്റ് ആക്കുക. ഇവിടെ ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ തന്നെ ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ഡി ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഡിയുടെ മുത്തച്ഛൻ്റെ പ്രായം ഡിയുടെ പ്രായത്തിൻ്റെ വർഗ്ഗമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡിയുടെ മുത്തച്ഛൻ്റെ പ്രായം, ഇപ്പോൾ മുത്തച്ഛൻ്റെ പ്രായം നമുക്ക് ജി ആയിട്ട് നമുക്ക് എടുക്കാം. ആ ഡിയുടെ മുത്തച്ഛൻ്റെ പ്രായം ഡിയുടെ പ്രായത്തിൻ്റെ വർഗ്ഗമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഡിയുടെ പ്രായം ഞാൻ ഡി ആയിട്ട് എടുത്താൽ അതിൻ്റെ വർഗ്ഗം എന്ന് പറയുന്നത് ഡി സ്ക്വയർ ആയിട്ട് എടുക്കാം. അപ്പോൾ ഡിയുടെ മുത്തച്ഛൻ്റെ പ്രായം ഡിയുടെ പ്രായത്തിൻ്റെ വർഗ്ഗമാണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ജി = ഡി സ്ക്വയർ എന്ന് പറയാൻ പറ്റും. 6 വർഷം കഴിയുമ്പോൾ മുത്തച്ഛൻ്റെ പ്രായം ഡിയുടെ പ്രായത്തിൻ്റെ 5 മടങ്ങായിരിക്കും എന്നാണ് പറയുന്നത്. എങ്കിൽ ഡിയുടെ പ്രായം എത്രയാണ് എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ 6 വർഷം കഴിയുമ്പോൾ മുത്തച്ഛൻ്റെ പ്രായം ഡിയുടെ പ്രായത്തിൻ്റെ 5 മടങ്ങായിരിക്കും എങ്കിൽ ഡിയുടെ പ്രായം എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. ഇത് ശരിക്കും നമ്മൾ ഓപ്ഷനിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉത്തരം പെട്ടെന്ന് കിട്ടും. ഇപ്പോൾ ഞാൻ ഈ ഒരു ഇക്വേഷൻ നമ്മുടെ കൈവശമുണ്ട്. ജി = ഡി സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മുടെ കൈവശമുണ്ട്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഡിയുടെ പ്രായമാണ്. അപ്പോൾ ഇവിടെ മുത്തശ്ശൻ്റെ പ്രായം ഡിയുടെ പ്രായം 6 ആണെങ്കിൽ മുത്തശ്ശൻ്റെ പ്രായം എത്രയായിരിക്കും? 36 ആയിരിക്കും ഇല്ലേ? ഡിൻ്റെ വർഗ്ഗം എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഡിയുടെ പ്രായം 6 ആണെങ്കിൽ മുത്തശ്ശൻ്റെ പ്രായം 36 ആയിരിക്കും. ഇനി ഇവിടെ എന്താ പറയുന്നത്? 6 വർഷം കഴിയുമ്പോൾ മുത്തച്ഛൻ്റെ പ്രായം എത്രയായിട്ട് മാറും? 42 ആയിട്ട് മാറും. ഡിയുടെ പ്രായത്തിൻ്റെ 5 മടങ്ങായിരിക്കുമെന്നാണ് പറഞ്ഞത്. ഡിയുടെ പ്രായം അപ്പോൾ എത്രയായിട്ട് മാറും? 6 വർഷം കഴിയുമ്പോൾ 12 ആയിട്ട് മാറും. ഡിയുടെ പ്രായം അപ്പോൾ എത്രയായിട്ട് മാറും? 12 ആയിട്ട് മാറും. ഇപ്പോൾ 12 42 നോക്കിക്കഴിഞ്ഞാൽ 12ൻ്റെ 5 മടങ്ങാണോ 42? അല്ലല്ലോ. അപ്പോൾ അതല്ല നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഇനി അടുത്തത് നമ്മൾ ഈ 8 എന്ന് പറയുന്നത് ഈ ഡിൻ്റെ സ്ഥാനത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 8ൻ്റെ സ്ക്വയർ നമുക്കറിയാം 64 ആണ്. ഇനി 6 വർഷം കഴിയുമ്പോൾ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന മുത്തശ്ശൻ്റെ പ്രായം 70 ആയിട്ട് മാറും. അതേ സമയത്ത് നമ്മുടെ ഡിയുടെ പ്രായം 8നോട് 6 കൂട്ടിയാൽ നമുക്ക് അവിടെ എന്ത് കിട്ടും? 14 എന്ന് കിട്ടും. 14ൻ്റെ 5 മടങ്ങാണോ ഈ പറയുന്ന 70 എന്നാണ് നമുക്ക് നോക്കേണ്ടത്. നമുക്കറിയാം 14 × 5 ചെയ്താൽ 70 കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഈ ഒരു ചോദ്യം നമ്മൾ ഇക്വേഷൻസ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കുറേ സമയമെടുക്കും. അതിന് പകരമായിട്ട് നമ്മൾ ഓപ്ഷൻ വെച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ജി = ഡി സ്ക്വയർ എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്തിരിക്കുന്നു. അതിനുശേഷം നമ്മൾ ആ ഒരു ഇക്വേഷനിലേക്ക് ഓരോ ഓപ്ഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമെന്ന് കണ്ടെത്തുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഏതെല്ലാം ചോദ്യങ്ങൾ എങ്ങനെയെല്ലാം ചെയ്യണം എന്നുള്ളത് ആ ഒരു പരീക്ഷ എഴുതുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരണം. എങ്കിൽ മാത്രമേ നമുക്ക് സമയത്തിനനുസരിച്ച് ഓരോ ചോദ്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഈ ഒരു ചോദ്യം നമ്മൾ ഇക്വേഷൻ വെച്ച് ചെയ്യാൻ നിന്നാൽ നമുക്ക് ചിലപ്പോൾ കോൺട്രാക്റ്റിംഗ് ഇക്വേഷൻസ് ഒക്കെ കിട്ടും. അത് വളരെ പ്രയാസമായിരിക്കും. ഈ ഒരു രീതി ചെയ്യുകയായിരിക്കും നല്ലത്. നിങ്ങളുടെ ഇഷ്ടം ഏതാണോ അത് ഫോളോ ചെയ്യുക. ഇനി ഒരു സംഖ്യയുടെ 100ൻ്റെ സ്ഥാനത്തെ അക്കം ഒറ്റയുടെ സ്ഥാനത്തെ അക്കത്തിൻ്റെ 3 മടങ്ങും 10ൻ്റെ സ്ഥാനത്തെ അക്കം ഒറ്റയുടെ സ്ഥാനത്തെ അക്കത്തിൻ്റെ 2 മടങ്ങുമാണ്. ഈ സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഇരട്ട അവിഭാജ്യ സംഖ്യയാണ് എങ്കിൽ സംഖ്യ ഏതാണ് എന്നതാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. സംഖ്യ ഏതാണ് എന്നതാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. ഇരട്ട അവിഭാജ്യ സംഖ്യ എന്ന് പറയുമ്പോൾ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എന്ന് പറയുന്നത് ഇരട്ട അവിഭാജ്യ സംഖ്യ എന്നാണ് പറയുന്നത്. അങ്ങനെ ഒറ്റൊരു നമ്പറേ നമുക്കറിയാവുള്ളൂ. അതേതാണ്? 2 എന്ന് പറയുന്ന നമ്പർ ആണ്. ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എന്ന് പറയുന്നത് ഇരട്ട അവിഭാജ്യ നമ്പറാണ്. അത് ഏതാണ്? 2 ആണെന്ന് നമുക്കറിയാം. അങ്ങനെ വരികയാണെങ്കിൽ അതായത് ഈ ഒരു ചോദ്യം ഉദ്ദേശിക്കുന്നത് ഒന്ന് നിങ്ങൾക്ക് ഇരട്ട അവിഭാജ്യ നമ്പർ അറിയുമോ എന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന 2 ഓപ്ഷനും നമുക്ക് ഡിലീറ്റ് ആക്കി കളയാൻ പറ്റും. ഇനി നമ്മുടെ കയ്യിലുള്ളത് 642ഉം 842ഉമാണ് നമ്മുടെ കൈവശം ഉള്ളത്. അതിലേതാണ് എന്നാണ് നമ്മളിനി നോക്കേണ്ടത്. നമ്മുടെ ചോദ്യം ഒരിക്കൽ കൂടി പോകുന്നു. ഒരു സംഖ്യയുടെ 100ൻ്റെ സ്ഥാനം ഇപ്പോൾ ഒരു സംഖ്യ എഴുതുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ XYZ എന്ന് പറയുന്ന ഒരു സംഖ്യ എഴുതുകയാണെങ്കിൽ ഇത് എന്താണ്? ഒറ്റാമത്തെ ഭാഗം എന്ന് നമ്മൾ പറയില്ല, ഒറ്റാമത്തെ ഭാഗമാണ്. ഇത് 10 ആണ്. അതായത് നമ്മൾ 10⁻1 എന്ന് പറയും. ഇത് 10⁻2 എന്ന് നമ്മൾ ഇത് 10⁻0 എന്ന് പറയും. ഇത് 10⁻1 എന്ന് പറയും. ഇത് 10⁻2 എന്ന് പറയും. ഇതിങ്ങനെ തുടർന്ന് ഇങ്ങോട്ട് പോകും. അതായത് നമ്മളിപ്പോൾ ഒരു XYZ പോയിന്റ് 3ZY3 എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ടെന്ന് വിചാരിക്കും.
സെഡ് എന്ന് പറയുന്ന നമ്പർ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതാണ് എന്ത് ഒറ്റാമത്തെ പദം എന്ന് പറയുന്നത്. ഇത് 10ാമത്തെ പദം നമ്മൾ പറയും. ഇത് നമ്മൾ എന്ത് പറയും 100ാമത്തെ പദം എന്ന് പറയും. അതായത് ആ സ്ഥാനത്തെയാണ് ഞാൻ പറയുന്നത്. അതായത് ഈ ഒരു പൊസിഷൻ 10⁻⁴ പൊസിഷനാണ്. ഇത് 10⁻⁴, അതായത് 10th പൊസിഷനാണ്. ഇത് 10⁻², അതായത് 100th പൊസിഷനാണ്. ഇതെന്ന് പറയുന്നത് 10⁻⁻1 ആണ്, അതായത് 1/10th പൊസിഷനാണ്. ഇതെന്ന് പറയുന്നത് 10⁻⁻2 ആണ്, 1/100th പൊസിഷനാണ്. ആ ഒരു പൊസിഷനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുന്നത് എന്താണ് 100ാമത്തെ സ്ഥാനത്തെ എന്നാണ് പറയുന്നത്. 100ാമത്തെ സ്ഥാനം എന്ന് പറയുമ്പോൾ ഈ മൂന്നാമത് കൊടുത്തിരിക്കുന്നതാണ്. അത് ഇവിടെ 8ഉം ഇവിടെ 6ഉമാണ്. അപ്പോൾ ഇവിടെ 100ാമത്തെ സ്ഥാനത്തെ അക്കം ഒറ്റയുടെ സ്ഥാനത്തെ അക്കത്തിൻ്റെ 3 മടങ്ങ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് ഇപ്പോൾ ഏതാണുള്ളത് 2ആണുള്ളത്. 2ൻ്റെ 4 മടങ്ങാണ് 8, 2ൻ്റെ 3 മടങ്ങാണ് 6 എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 2 കാര്യങ്ങളാണ് ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത്. ഒന്ന്, ഇരട്ട അവിഭാജ്യ സംഖ്യ 2ആണ്. ഇരട്ട അവിഭാജ്യ സംഖ്യ എന്ന് പറയുന്നത് 2ആണ്. അത് വെച്ചിട്ട് നമുക്ക് എയും ബിയും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഒറ്റയുടെ സ്ഥാനത്തെ ആ ഒരു നമ്പറിൻ്റെ 3 മടങ്ങാണ് ഈ പറയുന്ന 100ാമത്തെ സ്ഥാനത്തുള്ള നമ്പറിൻ്റേത്. അപ്പോൾ അവിടെ 6 എന്നാണ് കിട്ടേണ്ടത്. അങ്ങനെയാണെങ്കിൽ സി ആയിരിക്കും നമ്മുടെ ഓപ്ഷൻ എന്ന് എത്തിച്ചേരാനായിട്ട് സാധിക്കും. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മൾ അടുത്ത ചോദ്യം, P+Q എന്നത് പിയും ക്യൂവും ഭാര്യയും ഭർത്താവുമാണ് എന്നാണ് നൽകിയിരിക്കുന്നത്. P×Q എന്നത് പിയുടെ അച്ഛനാണ് ക്യൂ എന്നാണ് നൽകിയിരിക്കുന്നത്. P-Q എന്നത് പി, ക്യൂ എന്നിവർ സഹോദരങ്ങളാണ് എന്നാണ് നൽകിയിരിക്കുന്നത്. ഈയുടെ മുത്തച്ഛനാണ് എഫ് എന്ന് എങ്ങനെ എഴുതാമെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇവിടെ ബ്ലഡ് റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ നമ്മുടെ ഓരോന്നും നമ്മൾ കണ്ടുപിടിച്ച് അതിൻ്റെ ഡയഗ്രാം നമ്മൾ ഫോം ചെയ്ത് നമ്മൾ അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്തിച്ചേരണം. ഇപ്പോൾ ഇവിടെ നമ്മൾ എ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ E+A എന്നാണ് നൽകിയിരിക്കുന്നത്. E+A എന്ന് പറയുമ്പോൾ ഇവിടെ P+Q എന്നത് പിയും ക്യൂവും ഭാര്യയും ഭർത്താവും എന്നാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ E+A എന്ന് പറയുമ്പോൾ എന്താണ് ഇയും അതുപോലെ തന്നെ എയും എന്താണ് ഭാര്യയും ഭർത്താവുമാണ്. പക്ഷെ അതിൽ ആരാണ് ഭാര്യ ആരാണ് ഭർത്താവ് നമുക്കറിയില്ല. നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. ഈ എ എന്താണ് ഭാര്യയും ഭർത്താവുമാണ്. ഇനി അടുത്ത ഇവിടെ നൽകിയത് A-B എന്നാണ്. P-Q എന്നത് പി, ക്യൂ എന്നിവർ സഹോദരങ്ങളാണ് എന്നാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് A-B എന്ന് പറയുമ്പോൾ എയും ബിയും എന്താണ് സഹോദരങ്ങളാണ് എന്ന് കിട്ടും. അപ്പോൾ P-Q എന്ന് പറയുന്നത് പി, ക്യൂ എന്നിവർ സഹോദരങ്ങളാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എ എന്ന് പറയുന്നത് ഒരു പുരുഷനാണ്, ബി എന്ന് പറയുന്നതും ഒരു പുരുഷനാണ്. ഇനി B×F എന്നാണ് അടുത്ത് കൊടുത്തിരിക്കുന്നത്. P×Q, പിയുടെ അച്ഛനാണ് ക്യൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ബിൻ്റെ അച്ഛനാണ് എഫ് എന്നാണ് വരിക. ബിൻ്റെ അച്ഛനാണ് എഫ് എന്നാണ് വരിക. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് വരിക. അപ്പോൾ എൻ്റെയും ബിൻ്റെ അച്ഛനാണ് എഫ് എന്നാണ് കിട്ടുക. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് ഈയുടെ മുത്തച്ഛനാണ് എഫ് എന്നാണ് വരേണ്ടത്. ആ ഒരു രീതിയിലല്ല ഇവിടെ നമുക്കിപ്പോൾ ഡയഗ്രാം കിട്ടിയത്. ഒന്നെങ്കിൽ ഈ പറയുന്ന എയുടെ മകനായിട്ട് വരണം, അല്ലെങ്കിൽ ബിൻ്റെ മകനായിട്ട് വരണം ഈ പറയുന്ന ഇ എന്ന് പറയുന്ന ആൾ. അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ മകളായിട്ട് വരണം. അപ്പോൾ ഇവിടെ നമുക്കത് തെറ്റാണ്. ഇനി നമുക്ക് ഈ സി എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ഒന്ന് വരാം. സി എന്ന് പറയുന്ന ഓപ്ഷൻ എന്ന് പറയുമ്പോൾ E×B ആണ്. E×B എന്ന് പറഞ്ഞാൽ പിയുടെ അച്ഛനാണ് ക്യൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇയുടെ അച്ഛനാണ് ബി എന്നാണ് വരിക. പിയുടെ അച്ഛനാണ് ബി എന്ന് കിട്ടിയിരിക്കുന്നു. ഇയുടെ അച്ഛനാണ് ബി എന്ന് കിട്ടിയിരിക്കുന്നു. ഇനി B-A എന്നാണ്. B-A എന്ന് പറയുമ്പോൾ പി, ക്യൂ എന്നിവർ സഹോദരങ്ങളാണ്. അപ്പോൾ ബിയും എയും എന്താണ് സഹോദരങ്ങളാണ് എന്ന് കിട്ടി. A×F എന്നാണ് അടുത്ത് കൊടുത്തിരിക്കുന്നത്. അതായത് പിയുടെ അച്ഛനാണ് ക്യൂ എന്നാണ്. അപ്പോൾ എയുടെ അച്ഛനാണ് എഫ് എന്നാണ് വരിക. എയുടെ അച്ഛനാണ് എഫ്. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഈയുടെ മുത്തച്ഛനാണ് എഫ് എന്നാണ്. അപ്പോൾ ഈയുടെ മുത്തച്ഛനാണ് എഫ് എന്ന് നമുക്ക് ഇവിടുന്ന് കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ സി ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു ചോദ്യം, അതായത് നമ്മുടെ ആ തന്നിരിക്കുന്ന ആ ഒരു ഇൻസ്ട്രക്ഷൻസ് നോക്കിയിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഡയഗ്രാംസ് ഫോം ചെയ്തിട്ട് ഫൈനൽ ആൻസറിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യേണ്ടത്. ഓപ്ഷൻ സി ആണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അടുത്ത ചോദ്യം, -1 + 5 - 2 + 4 - 3 + 3 - 4 / 2 ചെയ്താൽ +2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുമെന്നാണ് 4+2 എന്നാണ് അവസാനം നൽകിയിരിക്കുന്നത്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനലായിട്ട് എന്താണ് നമ്മുടെ ഉത്തരം കിട്ടുക എന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് -5 + 5 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും -5 + 5 ചെയ്താൽ, അതായത് ഒരു നെഗറ്റീവ് സംഖ്യയും ഒരു പോസിറ്റീവ് സംഖ്യയും കൂട്ടുകയാണെങ്കിൽ രണ്ടും കൂടെ തമ്മിൽ കുറയ്ക്കുക, എന്നിട്ട് വലുതിൻ്റെ ചിഹ്നം ഇടുക. അതാണ് നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ട ആ റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 5ഉം -1ഉം കൂടെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക
4 എന്നാണ് കിട്ടുക. അപ്പോൾ +4 എന്നാണ് വരിക. അപ്പോൾ ഇവിടെ നമുക്കിപ്പം +4 എന്ന് കിട്ടി. ഇത്രയും ഭാഗത്ത് +4 ആണ്. ഇനി 4 - 2 എന്ന് പറയുമ്പോൾ നമുക്കവിടെ 2 എന്നാണ് കിട്ടിയത്. 2 + 4 എന്ന് പറയുമ്പോൾ നമുക്കവിടെ 6 എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി 6 - 3 എന്ന് പറയുമ്പോൾ നമുക്ക് 3 എന്ന് കിട്ടിക്കഴിഞ്ഞു. 3 + 3 എന്ന് പറയുമ്പോൾ 6 എന്ന് കിട്ടിക്കഴിഞ്ഞു. 6 - 4 എന്ന് പറയുമ്പോൾ 2 എന്ന് കിട്ടിക്കഴിഞ്ഞു. 2 + 2 എന്ന് പറഞ്ഞാൽ നമുക്കവിടെ 4 എന്ന് കിട്ടിക്കഴിഞ്ഞു. ഓപ്ഷൻ എ ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ആ ഒരു ഓർഡറിൽ തന്നെ നമ്മൾ ചെയ്താൽ മതി. ഇവിടെ ശ്രദ്ധിക്കേണ്ട ആ തുടക്കമാണ്. -1 + 5 ചെയ്താൽ എന്ത് കിട്ടും? അതാണ് നമ്മളിവിടെ ആദ്യം നമ്മൾ തെറ്റാതെ ചെയ്യേണ്ടത്. അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഓർഡറിൽ തന്നെ പോകാൻ പറ്റും. ഓർത്തിരിക്കുക, 2 സംഖ്യകൾ വ്യത്യസ്ത സൈനിലുള്ള 2 സംഖ്യകൾ തമ്മിൽ കൂട്ടുകയാണെങ്കിൽ അത് കുറച്ചിട്ട് എന്ത് ചെയ്യണം? വലുതിൻ്റെ ചിഹ്നമാണ് ഇടേണ്ടത്. ഇപ്പോൾ -1 + 5 ആയതുകൊണ്ട് അവിടെ -1 എന്ന് പറയുന്നത് ചെറുതാണ്, അതേസമയത്ത് 5 എന്ന് പറയുന്നത് വലുതാണ്. അപ്പോൾ അവിടെ എന്താണ്? +5 ആണ്. അപ്പോൾ 5 - 1 ചെയ്ത് 4 കിട്ടി. വലുതിൻ്റെ ചിഹ്നം പോസിറ്റീവാണ്. അപ്പോൾ നമുക്കത് ഒറ്റയടിക്ക് തന്നെ +4 എന്ന് നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ എ ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക. മണിക്കൂറിൽ 66 കിലോമീറ്റർ ശരാശരി വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു കാറ് 2 മണിക്കൂർ 10 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കുമെന്നാണ് നമ്മുടെ ചോദ്യം. ഇത് നമ്മൾ മനക്കണക്കിൽ ചെയ്താൽ മതി. മണിക്കൂറിൽ 66 കിലോമീറ്റർ എന്നാണ് പറയുന്നത്. 1 മണിക്കൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 60 മിനിറ്റ് ആണ്. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണ്. 60 മിനിറ്റിൽ 66 എന്താണ്? 60 മിനിറ്റിലെ 66 കിലോമീറ്ററാണ് ഇത് സന്ദർശിക്കുന്നത് എന്നാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ഇവിടെ 2 മണിക്കൂർ എന്നാണ് നൽകിയിരിക്കുന്നത്. 2 മണിക്കൂർ. അപ്പോൾ 2 മണിക്കൂറിൽ 66ൻ്റെ ഡബിൾ പോകും. 6 × 2 12, 6 × 2 12, 1 13, 132 കിലോമീറ്റർ എന്താണ് 2 മണിക്കൂർ കൊണ്ട് പോകും. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിലീറ്റ് ആക്കാൻ പറ്റും. ഈ ഒരു ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിലീറ്റ് ആക്കാൻ പറ്റും. ഇനി അവശേഷിക്കുന്നത് 10 മിനിറ്റ് ആണ്. 60 മിനിറ്റിൽ എത്ര പോകും? 60 മിനിറ്റിൽ 66 കിലോമീറ്റർ, അതായത് ഒരു മണിക്കൂറിൽ 66 കിലോമീറ്റർ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1 മണിക്കൂറിനെ 60 മിനിറ്റായിട്ട് നമുക്ക് മാറ്റിയിട്ട് ആ മിനിറ്റിലേക്ക് വരണം. കാരണം 10 മിനിറ്റ് എന്നിവിടെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 1 മിനിറ്റിൽ എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റും? 66/60 എന്ന് കൊടുക്കാമല്ലോ. അതിപ്പോൾ ഡിവൈഡ് ചെയ്യാൻ പോകരുത്. ഇനി 10 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു മിനിറ്റിൽ ഇത്രയും കിലോമീറ്ററാണ് സന്ദർശിക്കുക അല്ലെങ്കിൽ സഞ്ചരിക്കുക എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ 10 മിനിറ്റ് എന്ന് പറയുമ്പോൾ × 10 നമ്മൾ ചെയ്യുക. × 10 നമ്മൾ ചെയ്യുക. ഇത് ഇങ്ങനെ അങ്ങോട്ട് വെട്ടിക്കളയുക. അപ്പോൾ 6 വരും. ഇത് ഇങ്ങനെ അങ്ങോട്ട് വെട്ടിക്കളയുക. 11 വരും. ഇതിനോട് ഈ 11 അങ്ങോട്ട് കൂട്ടിയാൽ 143 എന്ന് വരും. ഓപ്ഷൻ 143, ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു ചെയ്തത്. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ആ ഒരു ഇക്വേഷൻസ് ഒന്നും ഉപയോഗിക്കേണ്ട. നമ്മുടെ മനക്കണക്കിലൂടെ ചെയ്തു പോയാൽ മതി. അതായത് 1 മണിക്കൂറിൽ 66 കിലോമീറ്റർ എന്ന് പറഞ്ഞു. 2 മണിക്കൂർ 10 മിനിറ്റ് എന്നാണ് ചോദ്യത്തിൽ. അപ്പോൾ 2 മണിക്കൂർ എന്ന് പറയുമ്പോൾ 66 × 2 ചെയ്യുക. അപ്പോൾ നമുക്ക് 132 എന്ന് കിട്ടുന്നു. ഇനി 1 മിനിറ്റിൽ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ അവിടെ 1 മണിക്കൂർ 60 മിനിറ്റ് ആയിട്ട് എടുക്കുക. 60 മിനിറ്റ് = 66 ആണെങ്കിൽ 1 മിനിറ്റിൽ 66/60 ആണ്. അത് അവിടെ ഡിവൈഡ് ചെയ്യാൻ പോകരുത്. × 10 അങ്ങോട്ട് ചെയ്താൽ മതി. അതെന്നിട്ട് വെട്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 11 എന്ന് കിട്ടും. അത് ആ 132നോട് കൂട്ടിയാൽ 143 എന്ന് കിട്ടും. ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഒരു സംഖ്യയുടെ വർഗ്ഗമൂല്യത്തെ 2 കൊണ്ട് ഗുണിച്ച് വർഗ്ഗം കണ്ടപ്പോൾ 100 കിട്ടി എന്നാണ് പറയുന്നത്. സംഖ്യ എത്രയാണ് എന്നാണ് നമ്മുടെ ചോദ്യം. ഒരു സംഖ്യയുടെ വർഗ്ഗമൂല്യത്തെ 2 കൊണ്ട് ഗുണിച്ച് വർഗ്ഗം കണ്ടപ്പോൾ 100 കിട്ടി. അങ്ങനെയാണെങ്കിൽ സംഖ്യ ഏത് എന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് ഇവിടെ 93ാമത്തെ ചോദ്യമായിട്ട് നൽകിയിരിക്കുന്നത്. ഇത് നമ്മൾ ഈ പറയുന്ന ഇക്വേഷൻ വഴി വേണമെങ്കിൽ പോകാം, അല്ലെങ്കിൽ നമ്മുടെ ഓപ്ഷനിലൂടെയും നമുക്ക് പോകാം. ഇവിടെ എന്താണ് പറയുന്നത്? ഒരു സംഖ്യയുടെ വർഗ്ഗമൂല്യത്തെ, ഇപ്പോൾ ഇവിടെ 16 എന്ന് പറയുന്ന ഒരു സംഖ്യയുണ്ട്. അതിൻ്റെ വർഗ്ഗമൂലം എന്ന് പറയുമ്പോൾ എന്താണ്? √60 ആണ്. അത് നമുക്ക് 4 എന്ന് കിട്ടുന്നു. അപ്പോൾ ആണ് ഈ വർഗ്ഗമൂലം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്ക്വയർ റൂട്ട് എടുക്കുക. അപ്പോൾ ഒരു സംഖ്യയുടെ വർഗ്ഗമൂലം എന്ന് പറയുന്നത് ഞാനിപ്പം √x ആയിട്ട് എടുത്തു. അതിനെ ഞാൻ എന്ത് ചെയ്തു? 2 വെച്ചിട്ട് ഗുണിച്ചു. എന്നിട്ട് ഞാൻ അതിൻ്റെ വർഗ്ഗം എടുത്തു. അപ്പോൾ എന്ത് കിട്ടി? 100 കിട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ആ സ്ക്വയർ അങ്ങ് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? സ്ക്വയർ റൂട്ട് ഓഫ് ഇവിടെ നമുക്ക് സ്ക്വയർ റൂട്ട് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതെന്ത് കിട്ടും? ഇത് നമുക്ക് എന്ത് കിട്ടും? സ്ക്വയർ റൂട്ട് ഓഫ് x × 2 = 10 എന്ന് കിട്ടും. ഇനി സ്ക്വയർ റൂട്ട് ഓഫ് x എന്ന് പറയുന്നത് 5 എന്ന് കിട്ടും. സ്ക്വയർ റൂട്ട് ഓഫ് x എന്ന് പറയുന്നത് 5 എന്ന് കിട്ടും. ആ എക്സിൻ്റെ സ്ക്വയർ റൂട്ട് കളയാൻ വേണ്ടിയിട്ട് ഈ ഭാഗം നമ്മളൊന്ന് സ്ക്വയർ ചെയ്യുന്നു, ഈ ഭാഗം നമ്മൾ സ്ക്വയർ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ x = 25 എന്ന് കിട്ടും. ഓപ്ഷൻ സി ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക.
അപ്പോൾ ഇവിടെ നമ്മുടെ 93ാമത്തെ ചോദ്യം ഓപ്ഷൻ സി 25 എന്നാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ചെയ്ത രീതി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഓപ്ഷൻ വഴിയിട്ട് ഇങ്ങനെ ഒന്നും അറിയില്ലെങ്കിൽ ഓപ്ഷൻ വഴി പോയാലും നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് സംഖ്യ എന്ന് പറയുന്നത് 25 നമുക്കറിയാം. ഒരു സംഖ്യയുടെ വർഗ്ഗമൂല്യം എന്ന് പറയുമ്പോൾ 5 എന്ന് നമുക്കറിയാം അല്ലെ. 25ൻ്റെ വർഗ്ഗമൂല്യം എന്ന് പറയുന്നത് 5 അതിനെ 2 കൊണ്ട് ഗുണിച്ചു എന്ന് പറയുമ്പോൾ 10 എന്നറിയാം. അതിൻ്റെ വർഗ്ഗം എടുത്തു എന്ന് പറഞ്ഞാൽ 10 സ്ക്വയർ എടുത്തപ്പോൾ 100 കിട്ടി. അതേ സമയത്ത് ഇത് നമ്മൾ എടുത്തു നോക്ക്, സ്ക്വയർ റൂട്ട് ഓഫ് 25 എന്ന് പറയുന്നത് 10 അതിനെ 2 കൊണ്ട് ഗുണിച്ചു എന്ന് പറയുമ്പോൾ 20 അതിൻ്റെ സ്ക്വയർ എടുത്താൽ 400 കിട്ടും. ഇനി ഈ 400 എടുക്കുകയാണെങ്കിലോ 400ൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ 20 കിട്ടും. അതിനെ 2 കൊണ്ട് ഗുണിച്ചാൽ 40 കിട്ടും. 40ൻ്റെ സ്ക്വയർ എടുത്താൽ ഒരിക്കലും എന്ത് കിട്ടില്ല, 100 കിട്ടില്ല. അപ്പോൾ ഈ ഒരു രീതിയിലും ചെയ്തു പോയാൽ മതി, അല്ലെങ്കിൽ ആ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചും ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് ഏതാണോ എളുപ്പം അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. പെട്രോളിൻ്റെ വില ലിറ്ററിന് 75 രൂപയിൽ നിന്നും 100 രൂപ ആയപ്പോൾ ഒരാളുടെ ഒരു മാസത്തെ ഇന്ധന ചെലവ് കൂടാതിരിക്കാൻ 3000 രൂപയ്ക്ക് പെട്രോൾ അടിക്കുന്ന ഒരു വ്യക്തി പെട്രോളിൻ്റെ ഉപയോഗം എത്ര ലിറ്റർ കുറയ്ക്കണമെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ പെട്രോളിൻ്റെ വില 75 രൂപ എന്നാണ് നൽകിയിരിക്കുന്നത്. പെട്രോളിൻ്റെ വില എത്രയാണ്, 75 രൂപയാണ്. അപ്പോൾ 3000 രൂപയ്ക്ക് അയാൾ പെട്രോൾ അടിക്കുന്നു എന്ന് പറയുന്നു. 75 രൂപയായിരുന്നപ്പോഴും അദ്ദേഹം എന്താണ് ഈ പറഞ്ഞ 3000 രൂപയ്ക്ക് അയാൾ പെട്രോൾ അടിക്കുന്നു. അപ്പോൾ 75 രൂപയ്ക്ക് അയാൾ എത്ര ലിറ്റർ പെട്രോൾ അടിക്കും എന്ന് നമുക്കൊന്ന് കണക്ക് കൂട്ടാം. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിനെ നമുക്ക് 25 വെച്ചിട്ട് വെട്ടിപ്പോവുകയാണെങ്കിൽ ഇവിടെ 100 25 വെച്ചിട്ട് വെട്ടിപ്പോവുകയാണെങ്കിൽ ഇവിടെ 3 വരും. അതേപോലെ തന്നെ ഇവിടെ 1 വരും, പിന്നെ 50-ൽ 2 വരും, 0 വരും. അതിനുശേഷം പിന്നെ 3 വെച്ച് പോവുകയാണെങ്കിൽ 40 എന്ന് വരും. 40, അതായത് 75 രൂപ ആയിരുന്ന സമയത്ത് അയാൾ ഈ 3000 രൂപയ്ക്ക് 40 ലിറ്റർ പെട്രോളാണ് അയാൾ അടിച്ചത്. എത്രയാണ്, 40 ലിറ്റർ പെട്രോളാണ് അടിച്ചത്. പക്ഷേ ഇവിടെ 100 രൂപ ആയപ്പോൾ ഒരാളുടെ ഒരു മാസത്തെ ഇന്ധന ചെലവ് 3000 തന്നെ വേണം. എത്ര വേണം, 3000 തന്നെ വേണം. അപ്പോൾ നമുക്ക് 3000 ഡിവൈഡഡ് ബൈ 100, കാരണം അയാളുടെ ആ ഒരു തുക വ്യത്യാസപ്പെടുന്നില്ല, 3000 തന്നെയാണ് തുക വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ പറയാൻ പറ്റും 30 ലിറ്റർ പെട്രോളാണ് അയാൾ ഇപ്പോൾ അടിക്കുന്നത്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, പെട്രോളിൻ്റെ ഉപയോഗം എത്ര ലിറ്റർ കുറയ്ക്കണമെന്നാണ്. നേരത്തെ 40 ആയിരുന്നു, ഇപ്പോൾ അത് 30. അപ്പോൾ 10 ലിറ്ററാണ് അദ്ദേഹം കുറച്ചിരിക്കുന്നത്. ഇവിടെ ഓപ്ഷൻ ബി ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ 94ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ്, 10 ലിറ്റർ എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇതൊക്കെ നമുക്ക് സിമ്പിൾ ലോജിക്കൽ ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരു ചോദ്യമാണ്. ഇതൊന്നും മാത്സ് അറിഞ്ഞില്ലെങ്കിലും അയാൾക്കും ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഇനി അടുത്ത ചോദ്യം 1/8 + 1/60 + 1/32 എന്ന് പറയുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു ചോദ്യത്തിൽ എല്ലാത്തിനെയും ഡിനോമിനേറ്റർ നമുക്ക് 32 ആക്കി മാറ്റാം. 1/8, 1/16, 1/32. കാരണം ഈ 8 എന്ന് പറയുന്നത് 32-ൽ പോകും, 16 എന്ന് പറയുന്നത് 32-ൽ പോകും. അതുകൊണ്ട് നമുക്ക് എല്ലാത്തിൻ്റെ ഡിനോമിനേറ്റർ നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റും, 32 ആക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ഇവിടെ 8 × 4 ചെയ്താൽ 34 കിട്ടും. അങ്ങനെയാണെങ്കിൽ വാല്യൂ ചേഞ്ച് ചെയ്യിക്കാൻ വേണ്ടി ന്യൂമറേറ്ററിൽ 4 വെച്ച് ഗുണിക്കണം. പ്ലസ് 16 × 2 ചെയ്താൽ 32 കിട്ടും. ന്യൂമറേറ്ററിൽ 2 വെച്ച് ഗുണിക്കണം. അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 1 × 4 4 1 × 2 2 ഇത് 1. അപ്പം 4 + 2 + 1 ഓൾ ഡിവൈഡ് ബൈ എല്ലാത്തിൻ്റെതും 32 ഓൾ ഡിവൈഡ് ബൈ 32 എടുക്കാം. 4 3 7 7/32 ഓപ്ഷൻ എ ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ 95ാം ചോദ്യം ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അടുത്തത് 6/8 × 4/5 + 4/10 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും എന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ 6/8 × 4/5 + 4/10 എന്നാണ് നൽകിയിരിക്കുന്നത്. ഇത് ഇങ്ങോട്ട് വെട്ടാം. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ 6/5 × 2 ചെയ്താൽ 10 എന്ന് കിട്ടും, പ്ലസ് 4/10. ഇവിടെ ഡിനോമിനേറ്റർ കോമൺ ആണ്, അപ്പോൾ നമുക്കിത് ആഡ് ചെയ്യുക. 6 + 4 10 ഓൾ ഡിവൈഡ് ബൈ 10 എന്ന് ചെയ്യാം. 10/10 1 എന്നാണ് നമുക്കിവിടെ ആൻസർ കിട്ടുക. ഓപ്ഷൻ സി ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക. ഇനി 0.01, 0.010, 0.0101, 1/100 എന്നിവയിൽ വ്യത്യസ്തമായ സംഖ്യ ഏതാണ് എന്നാണ് നമ്മുടെ ചോദ്യം. ഇപ്പോൾ ഇവിടെ 0.01 എന്നാണ് കൊടുത്തത്. ഇവിടെ 0.010 എന്ന് പറഞ്ഞാലും 0.01 ആണ്, കാരണം ആ 1-ന് ശേഷം വരുന്ന 0യ്ക്ക് വിലയൊന്നുമില്ല. അപ്പോൾ അത് 0.01 എന്ന് തന്നെയാണ് വരിക. പക്ഷേ ഇവിടെ ഇത് വ്യത്യാസപ്പെട്ടു, 0.0101 ആണ്, അത് വാല്യൂ ചേഞ്ച് ആയി. ഇനി 1/100 എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്, 0.01 തന്നെയാണെന്ന് നമുക്കറിയാം.
അതൊന്ന് ഡിവൈഡ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് 97ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. 97ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരിക. ഇത് വെറുതെ ഇത് ഡിവൈഡ് ചെയ്ത് സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഓൾറെഡി 0.0101 എന്ന് പറയുന്നത് വ്യത്യാസമാണെന്ന് ആ ഒരു ഘട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ആദ്യത്തെ രണ്ടെണ്ണം ഓൾറെഡി എന്താണ് സെയിമുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ വ്യത്യാസപ്പെട്ടത് ഏത് എന്നൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് തന്നെ മൂന്നാമത്തെ വ്യത്യാസമായതുകൊണ്ട് 1/100 പോയിട്ട് ഇനി ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിൽക്കണ്ട. ഡയറക്റ്റ് പോയിട്ട് 0.0101 എന്നതാണ് ഇവിടെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നതെന്ന് കറപ്പിക്കാൻ പറ്റും. ഇനി അടുത്തത് ഒരാൾ 32 മീറ്ററും 26 മീറ്ററും നീളമുള്ള 2 ഇരുമ്പ് കമ്പികൾ എടുത്തു. അപ്പോൾ ഒരു ഇരുമ്പ് കമ്പിയുടെ നീളം എന്ന് പറയുന്നത് 32 ആണ്. മറ്റൊരു ഇരുമ്പ് കമ്പിയുടെ നീളം എന്ന് പറയുന്നത് 26 ആണ്. അയാൾ ഈ 2 കമ്പികളും തുല്യ നീളങ്ങളുള്ള കഷ്ണങ്ങളാക്കിയാൽ ഒരു കഷ്ണത്തിന് വരാവുന്ന ഏറ്റവും കൂടിയ നീളം എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. ഏറ്റവും കൂടിയ നീളം എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ എന്താണ് എടുക്കേണ്ടത്? HCF ആണ് എടുക്കേണ്ടത്. ഈ രണ്ടെണ്ണത്തിൻ്റെയും HCF, അതായത് ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ 26 അതുപോലെ തന്നെ 32, 26 അതുപോലെ തന്നെ 32, ഈ രണ്ട് സംഖ്യയും പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ HCF എന്ന് പറയുന്നത് 32ഉം 26ഉം. ഇതിൻ്റെ ആദ്യം നമ്മൾ 2 വെച്ച് ഡിവൈഡ് ചെയ്ത് പോകാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ 16 വരും, ഇവിടെ 13 വരും. ഇവിടെ ഇപ്പോൾ എന്താണ് ഒരു പ്രൈം നമ്പർ കിട്ടിക്കഴിഞ്ഞു, അതുകൊണ്ട് ഇനി മുന്നോട്ട് പോകില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഭാഗം മാത്രം കൊണ്ടെടുത്താൽ മതി. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഓപ്ഷനിലൂടെയും പോകാൻ പറ്റും. കാരണം ഈ 32നെയും 26നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഏതൊക്കെയാണുള്ളത്? രണ്ടിനെയും ഒരുമിച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഏതാണ് നോക്കുക. 26 ആണെങ്കിൽ അവിടെ 32ന് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 4 എടുക്കുകയാണെങ്കിൽ 32ൽ പോകും, പക്ഷേ 26ൽ പോകില്ല. 8 എടുക്കുകയാണെങ്കിൽ 32ൽ പോകും, പക്ഷേ 26ൽ പോകില്ല. അങ്ങനെ പോകുന്ന ഒറ്റൊരു ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ആ ഒരു രീതി വേണമെങ്കിലും ഈ ഒരു ചോദ്യം നമുക്ക് ചെയ്ത് മുന്നോട്ട് പോകാം. 7.2 കുറയ്ക്കണം 3.03 കുറയ്ക്കണം 2.002 ചെയ്താൽ എന്ത് കിട്ടുമെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇവിടെ നൽകിയിരിക്കുന്ന ചോദ്യത്തിൽ ആദ്യം 7.2 അതുപോലെ തന്നെ 3.03 നമുക്ക് കുറയ്ക്കാം. ഇത് കുറയ്ക്കുമ്പോൾ ഇവിടെ 7 വരും, ഇവിടെ 1 വരും. ഇവിടെ നമുക്ക് 7നോട് 4.17 എന്നാണ് വരിക. 4.17. 7.2 കുറയ്ക്കണം 3.03 കുറച്ചിട്ടുണ്ടെങ്കിൽ 4.17 എന്ന് കിട്ടും. ഇനി 2.002 കുറച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് 8 എന്നാണ് വരിക. അവസാനം 8 വരുന്ന ഓപ്ഷൻ ഒറ്റ ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് 99ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക. ഈ ഒരു ചോദ്യം ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഈ ഒരു അല്ലാതെ നമുക്ക് ഈ ഒരു ചോദ്യം ചെയ്യും. കാരണം ഇവിടെ നോക്കുക, ഇവിടെ ഒറ്റ ഡിജിറ്റേ ഉള്ളൂ. പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ ഒറ്റ ഡിജിറ്റേ ഉള്ളൂ. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റേ ഉള്ളൂ. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 3 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് ആ മൂന്നാമത്തെ ഡിജിറ്റ് ഇല്ലേ, മൂന്നാമത്തെ ഡിജിറ്റിൻ്റെ മുകളിൽ 0 ആയിരിക്കും, താഴെ എന്തായിരിക്കും 2 ആയിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ ഒറ്റയടിക്ക് 8 അവിടെ വരിക എന്ന രീതിയിൽ നമുക്ക് ഓപ്ഷൻ ഡിയിൽ 8 പോയിട്ട് നേരത്തെ ചെയ്ത സ്റ്റെപ്പുകൾ ഒഴിവാക്കിക്കൊണ്ടും ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് ഇതൊന്നും ഓർമ്മ വരുന്നില്ലെങ്കിൽ സാധാരണ നേരെ പോയിട്ട് അങ്ങ് കുറച്ചിട്ട് എന്ത് ചെയ്യുക, ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുക. ഇനി അടുത്തത് എന്താണ്? ഒരു കുടുംബത്തിലെ 5 അംഗങ്ങളുടെ ശരാശരി പ്രായം 23 വയസ്സാണ്. ഇതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളുടെ പ്രായം 11 വയസ്സാണ്. ഈ കുടുംബത്തിൽ ബാക്കിയുള്ളവരുടെ പ്രായത്തിൻ്റെ ശരാശരി എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നോക്കുക, ഒരു കുടുംബത്തിലെ 5 അംഗങ്ങളുടെ ശരാശരി പ്രായമാണ് 23 എന്ന് പറയുന്നത്. അപ്പോൾ 5 അംഗങ്ങളുടെ ശരാശരി പ്രായമാണ് 23. അപ്പോൾ അവരുടെ ടോട്ടൽ പ്രായം എത്രയായിരിക്കും? 23 × 5 ചെയ്താൽ ടോട്ടൽ കിട്ടും. കാരണം എന്താണ്? ശരാശരി ഈസ് ഈക്വൽ ടു ടോട്ടൽ വയസ്സുകളുടെ തുക ഡിവൈഡ് ബൈ എണ്ണമാണ്. അപ്പോൾ അതിൽ ഓൾറെഡി ഇവിടെ ശരാശരി 23 എന്ന് തന്നിട്ടുണ്ട്, ടോട്ടൽ എണ്ണം എന്ന് പറയുന്ന 5 എന്ന് തന്നിട്ടുണ്ട്. ഇത് ഇങ്ങോട്ട് ഗുണിക്കുക, 13 15 11 115 എന്ന് കിട്ടും. ഇതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളുടെ പ്രായം 11 എന്ന് നൽകിയിട്ടുണ്ട്. എത്രയാണ്? 11 എന്ന് നൽകിയിട്ടുണ്ട്. അപ്പോൾ 115ൽ നിന്ന് ആ 11 അങ്ങോട്ട് കുറയ്ക്കുക. അപ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടും? 4 0 1 104 എന്ന് കിട്ടും. ഇനി പറയുന്നത്, ഇനി ഈ കുടുംബത്തിൽ ബാക്കിയുള്ളവരുടെ പ്രായത്തിൻ്റെ ശരാശരിയാണ് ചോദിച്ചത്. ബാക്കിയുള്ളവർ എന്ന് പറയുമ്പോൾ എത്രയാണ്? 5 പേരല്ല, ഇനി 4 പേരാണ് ഉള്ളത്. അപ്പോൾ 1 വരും, അപ്പോൾ ഇവിടെ 8 വരും, 24 ആകുമ്പോൾ 6 വരും, 16 വരും, 26 ആകുമ്പോൾ 2, അപ്പോൾ 26 എന്നാണ് വരിക. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരിക. 104/4 ചെയ്താൽ 26 എന്നാണ് വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു ചോദ്യം നമ്മൾ ചെയ്യേണ്ടത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. തുടക്കം 23 ആണ് അവിടെ ശരാശരി, 5 പേരുടേതാണ്. അപ്പോൾ ടോട്ടൽ വയസ്സ് കണ്ടുപിടിച്ചു. ശരാശരി ഈക്വൽ ടു തുക ബൈ എണ്ണം എന്നാണ് നമ്മുടെ ഇക്വേഷൻ. തുക എന്നാൽ വയസ്സുകളുടെ തുകയാണ്. അപ്പോൾ ടോട്ടൽ വയസ്സ് എന്ന് പറയുന്നത് 23 × 5 ചെയ്താൽ മതി, 115 എന്ന് കിട്ടും. ആ 115ൽ നിന്നും
11 നമ്മൾ കുറയ്ക്കുകയാണ്. കാരണം ഏറ്റവും പ്രായം കുറഞ്ഞ ആളുടെ പ്രായം 11 അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് അവിടെ 104 എന്ന് കിട്ടി. അപ്പോൾ പിന്നീട് ഈ 104 എന്ന് പറയുന്നത് 4 പേരുടെ വയസ്സുകളുടെ തുകയാണ്. അവരുടെ ശരാശരിയാണ് കണ്ടുപിടിക്കേണ്ടത്. 104/4 ചെയ്യുന്നു. അപ്പോൾ 26 എന്ന് കിട്ടി. ഫൈനൽ ആൻസർ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നൽകിയിരിക്കുന്നത്. 2020 നടത്തിയ LGS മെയിൻ പരീക്ഷയിലെ എല്ലാ ചോദ്യങ്ങളും നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. നമുക്കിനി അടുത്ത ഒരു ചോദ്യ പേപ്പറിൽ ഈ പറയുന്ന രീതിയിലുള്ള ബാക്കി ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. അതുവരേക്കും നന്ദി, നമസ്കാരം.